അങ്ങനെ പെയിൻറ്റ് പണിക്കാരൊക്കെ പോയി. അങ്ങനെ നമ്മുടെ ചെടികളും അതുപോലെ ഗാർഡൻ ഏരിയ ഒക്കെ വീണ്ടും ശരിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. കുറേ ചെടികളൊക്കെ അവരെടുത്ത് വെയിലത്തും വെച്ചു. ഇപ്പോൾ വെയിലും കൊണ്ടു, കുറേ എണ്ണം മഴയും കൊണ്ടു. ആകെ അങ്ങനെ എന്താ പറയുക, കേടാവുന്ന അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഞാനൊരുവിധം എല്ലാതും എടുത്ത് വീണ്ടും അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പെയിൻറ്റിങ് പണി നടക്കുന്ന കാരണം 4-5 ദിവസമായിട്ട് കേക്കിൻ്റെ ഓർഡറുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ചെയ്യാനുള്ള സ്ഥലവും ഇല്ല, പിന്നെ ആകെ പൊടിയുമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ അത് ചെയ്യുന്നത് നമ്മൾ ശരിയല്ലല്ലോ. അപ്പോൾ അത് കാരണം കേക്കിൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇടാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാതും ബാക്ക് ടു നോർമൽ ആയി വരുന്നു. ഇതാ നമ്മുടെ മന്ദാരം വന്ന് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ എല്ലാ ഇലകളും കൊഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് വീണ്ടും അതെല്ലാം പൊടിച്ച് നല്ല കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ വന്ന് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ചെത്തിച്ചെടി എല്ലാം ഇങ്ങനെ നോക്കുക. ഇതിൻ്റെ ഇടയിൽ തെങ്ങ് കയറുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ വീണും ഓല വീണും അങ്ങനെയും കുറേ ചെടികൾ ഒടിഞ്ഞും ചതഞ്ഞും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ കെട്ടി റെഡിയാക്കി. ആ മുറ്റത്തുള്ള തെങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മഴ ഇടയ്ക്കിടയ്ക്ക് തെങ്ങ് അവിടെ ഉള്ളത് തേങ്ങ കാണുമ്പോൾ തോന്നുന്നു അവിടെ ഒഴിഞ്ഞു പോണത് പോലും. ഞാൻ അത് വീണ് ചെടി ഒടിയെന്ന് കാണുമ്പോൾ തോന്നുന്നു വെട്ടിയാൻ കളഞ്ഞാലോ. എന്തായാലും അതിൻ്റെ കാര്യത്തിൽ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു തീരുമാനം എന്തായാലും ആവും കേട്ടോ. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.